ബി.ജെ.പി. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് മിഷൻ 25 എന്നൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് ഈ പദ്ധതി കൊണ്ട് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത്? ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രോജക്റ്റാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അമിത്ഷായാണ് ഇത് അനൗൺസ് ചെയ്തത്. എന്താണ് ഈ മിഷൻ 25? അമിത്ഷായുടെ വരവോടുകൂടി തന്നെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. കേരളം പിടിക്കും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം ഇനി ഒരു വർഷത്തിനുള്ളിൽ ബി.ജെ.പിക്ക് എങ്ങനെ 71 സീറ്റ് കിട്ടുമെന്നത് ബി.ജെ.പിക്കാർ തന്നെ സംശയിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 1-2 സീറ്റുകളല്ല, ഒരു 10 സീറ്റാണെങ്കിലും പറയാമായിരുന്നു. ഇപ്പോൾ ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു 40 സീറ്റുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി പറയുകയാണ് അടുത്ത തവണ ഞങ്ങൾ കേരളത്തിലേക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. മറിച്ച് ഇത് 71 സീറ്റോടുകൂടി തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നൊരു വലിയ സംശയമുണ്ട്. കാരണം ഈ ത്രിപുര പോലെയോ ഹരിയാന പോലെയോ ഒറീസ പോലെയോ അല്ല കേരളത്തിൻ്റെ ഘടന. അവിടെ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ ത്രിപുരയിൽ പരിശോധിച്ചാൽ അങ്ങനെയൊന്നും ന്യൂനപക്ഷങ്ങൾക്കെല്ലാം വലിയ സ്വാധീനം കുറവാണ്. ഒരു പാർട്ടി ഉണ്ട്, ആ പാർട്ടിയെ പൂർണ്ണമായി തന്നെ വിഴുങ്ങാൻ ബി.ജെ.പിക്ക് കഴിയുമായിരുന്നു. വളരെ എളുപ്പം കഴിയും. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലുള്ള പാർട്ടികൾ വേറെ ഒരു സംസ്ഥാനത്തിലും ഇല്ല. അത്രത്തോളം പാർട്ടികളാണ്. രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിൽ കൂടുതലാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇപ്പോൾ കർണാടക എടുത്താൽ നോക്കുമ്പോൾ 3 പാർട്ടികളെ പ്രധാനപ്പെട്ട പാർട്ടികളുള്ളൂ. ഈ തമിഴ്നാട് എടുത്താലും ചെറിയ പാർട്ടികളുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട 3 പാർട്ടികളുള്ളൂ. കേരളത്തിൽ അങ്ങനെയല്ല. പ്രധാനപ്പെട്ട ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഒറ്റയ്ക്ക് നിന്നാൽ 25-ലധികം സീറ്റ് നേടാൻ കഴിയുന്ന മുസ്ലിം ലീഗ് ഉണ്ട്, പിന്നീട് CPI ഉണ്ട്, കേരള കോൺഗ്രസുകളുണ്ട്, ജനതാദൾ വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട്. അത് കഴിഞ്ഞാണ് ബി.ജെ.പി. ആ രീതിയിൽ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നണി സംവിധാനം കേരളത്തിലുണ്ട്. ആ മുന്നണി സംവിധാനം തകർന്നാൽ മാത്രമേ ബി.ജെ.പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയുകയുള്ളൂ. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയെങ്കിലും അത് ഈ പ്രവർത്തകരെ ഒന്ന് ആവേശം കൊള്ളിക്കാനും അതോടൊപ്പം തന്നെ മറ്റൊരു ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാരണം ഈ ശ്രദ്ധ മാറ്റുന്ന രീതി ഉണ്ടല്ലോ. കാരണം ബി.ജെ.പി. പ്രഖ്യാപിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് പ്രഖ്യാപിച്ചതെങ്കിലും ബി.ജെ.പിയുടെ പ്രവർത്തനം നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ്, 2 കോർപ്പറേഷൻ ലക്ഷ്യമിട്ടാണ്, 10-ലധികം മുനിസിപ്പാലിറ്റികൾ ലക്ഷ്യമിട്ടാണ്, 10,000-ലധികം വാർഡ് കമ്മിറ്റികൾ ലക്ഷ്യമിട്ടാണ്, 20,000-20,000-ലധികം വാർഡുകളിൽ മത്സരിച്ച് 25%-ലധികം വോട്ട് വർദ്ധിപ്പിച്ച്. അതാണ് ഈ മിഷൻ 25. 25%-ലധികം വോട്ട് വർദ്ധിപ്പിക്കുക, 25%-ന് മുകളിലേക്ക് എത്തിക്കുക, വോട്ട് വർദ്ധിപ്പിക്കുക. കാരണം എന്ന് പറയുന്ന അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം, കൃത്യമാണ് ആ കണക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 20% വോട്ട് കൃത്യമായി പ്രവർത്തിച്ച് വെറും 5% വോട്ട് വർദ്ധിപ്പിക്കുക. അല്ലാതെ CPM നേടും പോലെ 40% നേടുമെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേടും പോലെ 40-ന് മുകളിലേക്ക് നേടുമെന്ന് പറഞ്ഞിട്ടില്ല. UDF, LDF നേടുമെന്ന് ആ രീതിയിലേക്ക് പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇത് കൃത്യമായ പ്രഖ്യാപനമാണ്. അതാണ് അദ്ദേഹം ഒരു വഴിതിരിച്ചു വിടുന്ന ഒരു രീതിയിലേക്കാണോ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 18,000-ലധികം വാർഡുകളിൽ വികസന കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ വികസന കമ്മിറ്റികളാണ് ഈ ഇനിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ പ്രവർത്തകരിൽ നിന്നായിരിക്കും ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക. അത് നമുക്കറിയാമല്ലോ. ഈ കമ്മിറ്റിയിൽ ഒരു സ്ത്രീ കാണും, ഒരു യുവാവ്, അതോടൊപ്പം തന്നെ ജനറൽ, OBC, SC, ST അങ്ങനെ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയാണ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ഒരു വികസന കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഒരാളെ വാർഡ് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി അവരെ ആയിരിക്കും മത്സരിപ്പിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി തന്നെ ബി.ജെ.പി. നോട്ടമിടുന്നുണ്ട്. കാരണം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ആ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും ഉദാഹരണം നമുക്ക് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തന്നെ എടുത്തു നോക്കാം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഇതിനു മുൻപ് നേടാൻ കഴിഞ്ഞ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഫലം എന്താണ് സംഭവിച്ചത്? നിയമം ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ 0-ലേക്ക് വീഴുകയാണ്. അക്കൗണ്ട് കൂട്ടുകയാണ്. മറിച്ച് 2015 നമുക്ക് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, 2010 അപേക്ഷിച്ച് 2015 വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് 7 മണ്ഡലങ്ങളിലധികം 2ാം സ്ഥാനത്തും നിയമം എന്ന ഒരു മണ്ഡലം അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്.
2020 വരുമ്പോൾ ഈ മുന്നേറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമാണ്, വരുന്ന ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്വാഭാവികമായി ആ വളർച്ച കാണിക്കാൻ കഴിയും. ആ രീതിയിൽ തന്നെയാണ് LDF ആയാലും അതോടൊപ്പം തന്നെ UDF ആയാലും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം 2020 ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് LDF 2 പിണറായി സർക്കാർ 2വിനെ കുറിച്ച് ചർച്ചയാകുന്നത്. അതെ, LDFന്റെ വിജയത്തിന് പിന്നാലെയാണ് പലരും പറയും തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഈ വ്യക്തികളെ നോക്കി വോട്ടിടുന്നു എന്നാണ്. പക്ഷെ നമുക്കറിയാലോ, കോർപ്പറേഷനിലായാലും അതോടൊപ്പം തന്നെ പൊളിറ്റിക്സ് ഉണ്ട്. മുനിസിപ്പാലിറ്റിയിലെല്ലാം ഏത് തരംഗമാണ് വീശാൻ പോകുന്നതെന്ന് ഒരു പരിധി വരെ മനസ്സിലാകാം. ഉദാഹരണത്തിന് 2005 LDF തൂത്തുവാരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ BJP 0-ലേക്ക് പോയി. BJPക്ക് നേരത്തെ കാലങ്ങളായിട്ട് മത്സരിച്ച് 6ഉം 4ഉം 2ഉം സീറ്റുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് BJP 0-മായി. LDF 2005 തൂത്തുവാരുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സമാനമായിട്ട് 100 സീറ്റുകളുമായിട്ടാണ് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ കയറുന്നത്. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയാണ് BJP നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഫലമായാണ് BJP കൃത്യമായ അജണ്ട വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും നേടിയാലേ കഴിയുകയുള്ളൂ എന്ന രീതിയിൽ കേന്ദ്രത്തിൻ്റെ തന്നെ മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര നേതാക്കൾ കൃത്യമായി, നമുക്കറിയാം, അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് കൃത്യമായി വിലയിരുത്തുക. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര നേതൃത്വം കൃത്യമായി തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ വീക്ഷിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ പോകുന്നത് ഈ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടാണ്. ഇപ്പോൾ തൃശ്ശൂർ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്ന അവിടുത്തെ കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി മറ്റ് ജില്ലകളെ ഒഴിവാക്കി തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിനൊറ്റ ലക്ഷ്യമുള്ളൂ, വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ പല മുനിസിപ്പാലിറ്റികൾ നമുക്കറിയാം, ഇപ്പോൾ തന്നെ പാലക്കാടും പന്തളവും ഉണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന വർക്കലയും അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരും അടക്കമുള്ള പല മുനിസിപ്പാലിറ്റികളുമുണ്ട്. അവിടെയെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJP ലക്ഷ്യമിടുന്നുണ്ട്. പിന്നീട് നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ തന്നെ 6ഉം 7ഉം കൗൺസിലർമാരുള്ള പല കോർപ്പറേഷനുകളും ഉണ്ടല്ലോ, കോർപ്പറേഷനുകളിലും മുന്നേറ്റം ഉണ്ടാക്കുക. എല്ലാ കോർപ്പറേഷനിലും 6 കൗൺസിലർമാരുണ്ട്. എല്ലാ കോർപ്പറേഷനിലും ഇരട്ട സംഖ്യ നേടുക എന്നതാണ് BJPയുടെ അടുത്ത ലക്ഷ്യം. ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ പരിശോധിച്ചാൽ അവിടെ 1 സീറ്റ് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊല്ലം പരിശോധിച്ചാൽ നമുക്കറിയാം, ആ സ്ഥലങ്ങളിലെല്ലാം ഇരട്ട സംഖ്യയിലേക്ക് മാറുക. മാറിയാൽ മാത്രമേ ഇനി BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇനി എല്ലാ കാലത്തെ പോലെ ഈ മണ്ഡലത്തിൽ ഇത്ര വോട്ട് ശതമാനം വർദ്ധിച്ചു, ഇത്ര വോട്ട് വർദ്ധിച്ചു എന്ന കണക്കുമായി ഇനി കേന്ദ്രത്തിലേക്ക് വരണ്ടെന്ന് കുറച്ച് നാളുകളായി തന്നെ കേന്ദ്ര നേതാക്കൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി ആവശ്യം വിജയം മാത്രമാണ്. ആ വിജയത്തിന്റെ ഒരു രീതിയിലേക്കാണ് ലക്ഷ്യമിട്ടാണ് രാജീവ് ഉൾപ്പെടെ കടക്കുന്നത്. അതിനുവേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനം, ഫുൾ ടൈമർമാരെ പണം ഒഴുക്കി തന്നെ ഫുൾ ടൈമർമാരെ ഓരോ പഞ്ചായത്തുകളിൽ ഏരിയ കമ്മിറ്റികളിലും വിന്യസിച്ച് അവരിലൂടെ കൃത്യമായി പൂർണ്ണ സമയം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് വോട്ടെടുപ്പിന് ശേഷമേ മനസ്സിലാകൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.